ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകം നടത്തിയെന്ന കേസിൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോലീസ്. റിമാൻഡിലുള്ള പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് നടത്തിയേക്കും. അതേസമയം വീടിനുള്ളിൽ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും ഉള്ള വിവരം അറിയില്ലായിരുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പർ രാമമനോഹരൻ പറഞ്ഞു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണല്ലോ പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും അടിമുടി ദുരൂഹതയുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നീക്കത്തിലൂടെയാണ് പോലീസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ സംശയങ്ങൾ മാത്രമാണ് പോലീസിനുള്ളത്. കൂടാതെ ഈ വീട്ടിൽ നിന്ന് പോലീസ് മോചിപ്പിച്ച ഈ വിഷ്ണുവിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ചില മൊഴികൾ, അവ്യക്തമായ ചില മൊഴികൾ, ഇതിലൂന്നിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഒരു കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. 9 മണിയോടുകൂടി കട്ടപ്പന കോടതിയിൽ അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും മോഷണ കേസിൽ പിടിയിലായ ശേഷമാണ് ഇത്തരത്തിൽ ഇവർ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. പ്രധാനമായും ഈ വീട് പരിശോധിച്ചപ്പോൾ അവിടെ അസാധാരണമായ ചില കാഴ്ചകൾ പോലീസിന് കാണാൻ സാധിച്ചു. ചില പുതിയ നിർമ്മിതികൾ, അല്ലെങ്കിൽ വീടിന്റെ തറ തരുന്ന വിശേഷം വീണ്ടും പുതിയതായി വാർത്ത് ഇട്ടിരിക്കുന്നതൊക്കെ പോലീസിനെ കാണാൻ സാധിച്ചു. ഇവിടെ നിന്നാണ് ഈ ഒരു ദുരൂഹത ആരംഭിക്കുന്നത്. എന്തായാലും ഈ വീട് സംബന്ധിച്ച് വീട്ടിൽ ഈ ഒരു അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ പ്രദേശത്തുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള രമയും അത് തന്നെയാണ് പറയുന്നത്. പലതവണ ഈ വീടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഇവിടെ ആളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. വിഷ്ണുവിനെ മാത്രമാണ് അറിഞ്ഞിരുന്നത്. ഇവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. പ്രധാനമായും വിഷ്ണുവിന്റെ പിതാവ് നിലവിൽ കാണാതായ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന പിതാവ് വിജയനും ആണ് ഇവിടെ താമസിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പേരിലാണ് ഈ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. വേറെ ആരും ഇവിടെ താമസിക്കുന്നില്ല എന്നാണ് അന്ന് ഈ വീടിന്റെ ഉടമയോട് ഈ വാടകയ്ക്ക് വീടെടുക്കാൻ എത്തിയപ്പോൾ ഇവർ അറിയിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുമുള്ള സൂചനകൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ 2 സ്ത്രീകൾ ഈ വീട്ടിലുണ്ട് എന്നുള്ളതിന്റെ ഒരു വിവരവും ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നും നിലവിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം അത് ദൂരീകരിക്കണമെങ്കിൽ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി അത് 10 മണിയോടുകൂടി തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട്, നിലവിൽ നിതീഷാണ് പീരുമേട് സബ് ജയിലിലുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചതിരിഞ്ഞ് ഇവിടെ എത്തി ഈ ഒരു വീടിൽ ഈ ഒരു പുതിയ വാർത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു ഭാഗം തുറന്ന് പരിശോധിക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്താനുള്ള സാധ്യതയാണുള്ളത്. അതിനു വേണ്ട മറ്റ് അനുമതികൾക്കായും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും അടിമുടി ദുരൂഹതയുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ നീക്കത്തിലൂടെ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും ഈ 2016 ഈ വിഷ്ണുവിന്റെ സഹോദരിയുടെ ഒരു കുഞ്ഞിനെ, നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം, കൂടാതെ ഈ വിഷ്ണുവിന്റെ പിതാവ് ഇപ്പോൾ നിലവിൽ കാണാതായിട്ടുള്ള, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് കാണാതായിട്ടുള്ള വിജയൻ ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തി മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള. ഈ സഹോദരിയിൽ നിന്നാണല്ലോ, വിഷ്ണുവിന്റെ സഹോദരിയാണല്ലേ കൊലപാതകം സംബന്ധിച്ച സൂചനകൾ കൊടുക്കുന്നത് അല്ലേ? നവജാത ശിശു, ഒപ്പം തന്നെ ഈ വിഷ്ണുവിന്റെ അച്ഛൻ, അത് നിതീഷുമായുള്ള അടിപിടിയിലാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങളാണല്ലോ കിട്ടുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്. പ്രധാനമായും ഈ ഒരു നിതീഷും വിഷ്ണുവും ഈ പിതാവിനെയും അതുപോലെ തന്നെ മാതാവിനെയും സഹോദരിയെയും വീട്ടുതലങ്ങളിലാക്കി താമസിപ്പിച്ചിരുന്ന ഒരു രീതിയാണ് അനുവർത്തിച്ചു പോന്നിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ, അല്ലെങ്കിൽ ബന്ധപ്പെടുത്താതെ ഇത്തരത്തിൽ വീടിനുള്ളിൽ തന്നെ അടച്ചിടുന്ന ഒരു രീതി, അതിൽ ഈ ഒരു പിതാവ് ഒത്തിരിയേറെ ഇവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ കട്ടപ്പനയിലെ മറ്റു തുക, അത് ഇപ്പോഴും ഏകദേശം 1 കോടിയോളം രൂപ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ആ തുക എവിടെയെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിപ്പോഴും എവിടെയാണെന്നുള്ള കാര്യം അവ്യക്തമാണ്. ആ തുക നിതീഷ് കൈകാര്യം ചെയ്തിട്ടുണ്ടാകാമെന്നുള്ള ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഈ പിതാവും നിതീഷും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള ചില സൂചനകൾ. അതുപ്രകാരം നിതീഷുമായി ഉണ്ടായ ഒരു തർക്കത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ പോലീസിന് ലഭിച്ചിട്ടുള്ള
ചില മൊഴികൾ അതായത് ഈ അമ്മയുടെയും ഈ സഹോദരിയുടെയും മൊഴികൾ ഇതിനെ സാധൂകരിക്കത്തക്ക വിധത്തിലുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ ഒരു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ ഒരു വർഷത്തോളമായി ഈ ഒരു വിജയനെ കാണാതായിട്ട് ഒരു വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് കേസുകൾ ഒന്നും തന്നെ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിട്ടുള്ളത്. ഈ വീട് സംബന്ധിച്ച് ഈ തറയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പുതിയ വാർക്ക ഈ വീട്ടുടമ എത്തിയപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അത് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സംശയം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീടിനുള്ളിൽ ഈ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഉറച്ചു തന്നെയാണ് പോലീസ് ഉള്ളത്. അതിൽ മറ്റൊരു വിഷയമുള്ളത് എന്ന് വെച്ചാൽ ഈ കേസ് ഇതിൽ ഒരു ആഭിചാര ക്രിയ നടന്നിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഈ വീട്ടിൽ ചില പൂജാകർമ്മങ്ങൾ നടത്തിയതിന്റെയൊക്കെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഒരു മുറി കറുത്ത തുണിയിട്ട് മൂടിയിരുന്നു. കൂടാതെ കുറെ പുസ്തകങ്ങൾ, അതായത് ഈ പൂജാകർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കുറെ പുസ്തകങ്ങളെല്ലാം തന്നെ പോലീസ് അവിടുന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ നിതീഷ് ഒരു പൂജാരി ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആഭിചാര ക്രിയകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളും എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിലെല്ലാം ഈ ഒരു ആഭിചാര കർമ്മം നടന്നു എന്ന കാര്യത്തിൽ എല്ലാം തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ നിതീഷിനെ കസ്റ്റഡിയിൽ എടുക്കണം. നിതീഷിനെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ആ ഒരു വ്യക്തത ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്.